അറിഞ്ഞെന്ന് അവൻ ഒരിക്കലും അറിയാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുക, അവൻ ചിലപ്പോൾ അച്ഛനെയും കൊണ്ട് ഈ രാജ്യം വിട്ടാളാൻ ചാൻസ് ഉണ്ട്. അച്ഛനെ അവൻ ഉപദ്രവിക്കില്ലെന്നുള്ളത് ഉറപ്പല്ലേ? അച്ഛനെ അവൻ സ്നേഹിക്കുന്ന സ്ഥിതിക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. ഡാമിറ്റ്, ഇതുവരെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നീ ഒന്ന് സമാധാനപ്പെടുക, നമ്മൾ ശ്രമിക്കുകയല്ലേ. എടാ, നീ ആ ഫോണൊന്നും എടുക്കുക, ചിലപ്പം ആവശ്യത്തിന് ആരെങ്കിലും വിളിക്കുമായിരിക്കും. Oh, who is the hell is this? അജു. അച്ചു. അജു, എന്നെ ആരോടെ പിടിച്ചേക്കോ? അച്ചു. അച്ചു. അജു, എനിക്ക് പേടിയാവുന്നു അജു. അച്ചു, നീ പേടിക്കണ്ട. നീ ഇപ്പൊ എവിടെയാ ഉള്ളതെന്നറിയാമോ? എനിക്കറിയില്ല. ഇതേതോ വലിയ കൊട്ടാരം പോലെയുണ്ട്. എനിക്കറിയില്ല. അച്ചു, നീ പേടിക്കണ്ട. ഞാൻ ഉടനെ നിന്നെ കണ്ടുപിടിക്കാം. പ്ലീസ് വെയിറ്റ് ഫോർ മീ. അജു, ഐ ലവ് യു. അച്ചു, അച്ചു, എന്താണ്? ആരാ വിളിച്ചത്? അച്ചു, എനിക്ക് അവളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. പ്ലീസ്. എടാ, നമ്മൾ നിന്റെ കൂടെ ഇല്ലേ? എത്രയും പെട്ടെന്ന് തന്നെ അവളെ കണ്ടുപിടിക്കും. എന്റെ ഫോൺ ഇവിടെ ഇതെങ്ങനെയാണെന്ന്. മാഡം, എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്തെങ്കിലും വേണോ? വേണ്ട. മാഡം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാനിവിടെ കാണും. ഇത് ഹാക്ക് ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാതെ വേറെ എന്തെങ്കിലും വഴി നമുക്ക് കണ്ടെത്തിയേ പറ്റും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ നല്ല അടിപൊളി ഹാക്കറാണ്. ഞാൻ അവനെ വിളിക്കാം. ദാറ്റ്സ് ഗുഡ്, ദെൻ കോൾ ഹിം. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ബെഞ്ചമിൻ. അവൻ നല്ലപോലെ ഹാക്ക് ചെയ്യും. ഹായ് ഗായ്സ്, ഞാൻ ബെഞ്ചമിൻ. ഞാൻ പറഞ്ഞ് അവനെല്ലാവരെയും അറിയാം. അവന് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. Hi, I'm Vishwa from CBA. Hello, I am Vasu. Praveen. Oh, hello. എന്താണ് മോനെ ഒരു ഇളക്കം? കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു. നീ പറഞ്ഞത് ശരിയാണ് മോനെ. ലവ് ഈസ് ലവ്, ജെൻഡർ കാസ്റ്റ് അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? ഈ ചാട്ടം ഇത് ഇങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അവന് സ്ട്രെയിറ്റ്. അവനതിന് കമ്മിറ്റഡ് ആണോ? അല്ല. മുമ്പ് ഏതെങ്കിലും റിലേഷൻഷിപ്പ്? ഇല്ല, അവൻ ജനിച്ചപ്പോ തൊട്ട് സിംഗിൾ. പിന്നെ നിനക്ക് എങ്ങനെ അറിയാടാ അവൻ സ്ട്രെയിറ്റ് ആണെന്ന്? ഓ, ഞാൻ പറഞ്ഞത് തന്നെ എനിക്കിട്ട് തിരിച്ചിരിക്കുകയാണല്ലേ? അല്ല, സ്ട്രെയിറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാളെ പെട്ടെന്ന് ഇപ്പൊ എങ്ങനെയാ ഇവനോട് പ്രേമം മുളച്ചത്? ഐ കാൻ ബിലീവ് ദിസ്. അത് എനിക്ക് പറഞ്ഞൂടാ, ബട്ട് എന്തോ ഒരിഷ്ടം. എടാ സത്യം, ഇത്രയും നാളും ഇത്രയും പേരെയും കണ്ടിട്ട് ഇവരോട് മാത്രം എന്താ ഇങ്ങനെ ഒരു ഫീലിംഗ് എന്ന് എനിക്കറിഞ്ഞൂടാ. നോക്കാം എവിടം വരെ പോകുന്നു. പഞ്ചാര പിന്നടിക്കാം. ആദ്യം ഇതിലോട്ട് ശ്രദ്ധിക്കും. ഓക്കെ, ഇപ്പോൾ കോൾ വന്നത് ആ ഫോൺ ആക്റ്റീവ് ആണ്, സോ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് അശ്വതിയുടെ ഫോൺ അത് ആക്റ്റീവ് അല്ല, സോ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആദ്യം ഇപ്പോൾ വന്ന ഫോണിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാം. ദെൻ ഐ വിൽ ട്രൈ അശ്വതിയുടെ ഫോണിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ. ഹാക്കിങ്ങിന് വേണ്ടതായ എല്ലാ അറേഞ്ച്മെൻറ്റ്സും സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. യാ, ദാറ്റ്സ് മോർ ദാൻ ഓക്കെ. ദർ ഇസ് നോ ടൈം ടു വേസ്റ്റ്. ഡു ഇറ്റ് ഫാസ്റ്റ്. ട്രൈ ചെയ്താൽ പോരാ, യു ഷുഡ് ഫൈൻഡ് ഇറ്റ്. യാ, ഐ നോ, ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് ദിവസം കൂടി. ആഫ്റ്റർ ദാറ്റ് യു ആർ മൈൻ. ഗോച്ച, എനിക്ക് ലൊക്കേഷൻ കിട്ടി. ദാറ്റ്സ് ഗുഡ്. ബട്ട് ഒരു കാര്യം ഓർക്കണം, ഇത് അശ്വതിയുടെ ലൊക്കേഷൻ അല്ല. അശ്വതി ആളുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത്, അയാളുടെ ലൊക്കേഷനാണ്. സോ നമുക്ക് ആളെ കിട്ടണം. ഓക്കെ ഗായ്സ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദ മിഷൻ.
എടാ നീ എവിടെയാ? ഐ എം ഓൺ മൈ വേ. നീ എവിടെ എത്തിയിട്ട് എല്ലാം ക്ലിയർ അല്ലെന്ന് നോക്കൂ. ഇവിടെ എല്ലാം ക്ലിയർ. ഓക്കെ, ഞാനെത്തി. Everything is done. നീ വിട്ടോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അജുവിന് അവിടെ നിന്ന് കിട്ടുന്ന സ്ലിപ്പ് അനുസരിച്ച് അയാള് ക്ലബിൽ വെച്ചിട്ട് ഇന്ന് നൈറ്റ് ആളെ മീറ്റ് ചെയ്യാൻ പോവായിരിക്കും. സോ നമുക്ക് നോക്കാം. അപ്പൊ ഇനി ക്ലബിൽ പോയി ആളെ മീറ്റ് ചെയ്യണമെന്നല്ലേ? ആ ടാസ്ക് നമ്മൾ ചെയ്യാം. നാണം കെടുത്തരുത്. ഞാൻ എന്തായാലും ഏറ്റുപോയി. പ്ലാനൊക്കെ ഓർമ്മയുണ്ടല്ലോ, പറഞ്ഞതുപോലെ ചെയ്യണം. ഓക്കെ, പ്ലാൻ പടി ഞാൻ പറയാം. ഡി സൂക്ഷിച്ച് എല്ലാം ചെയ്യണേ. ഞാനിത് വിശ്വസിക്കില്ല. മാഫിയുടെ ആണ്, നിങ്ങളുടെ ഫ്രണ്ടാണോ? അറ്റ്ലീസ്റ്റ് അയാളുടെ ഫോട്ടോ, നമ്പർ, അഡ്രസ് എന്തെങ്കിലും ഒന്ന് കാണിച്ചേ. എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ബട്ട് ഇറ്റ്സ് എ സീക്രട്ട്. ബട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ലേഡി ചോദിച്ച സ്ഥിതിക്ക് ഐ വിൽ ഷോ യു. அடுத்திருட்டு மூஞ்சி நீ பொம்பளை பிடிக்க மட்டும்தான் நான் நினைச்சேன். ஆனா இவ்வளவு முட்டாளா இருக்கிறியே. ஆனால் ரொம்ப நன்றி இல்லாதாய்க்கே. യു ഗൈസ് ഐ ഗോട്ട് ഇറ്റ്. നിക്കടിയോടെ നീ എവിടെയാടി പോണേ? എമ്മലെ കൈ വെക്കറ പോക്കി നായ. അമ്മച്ചി ഡി ഒന്നും കിടച്ചത് പോരാ. എൻ്റെ നാട് ഡി രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. എന്തോ വണ്ടികളുണ്ടെന്നാ തോന്നുന്നത്. ഇവിടെ നോയിക്കൊണ്ടിരിക്കാതെ അവളടുത്തോട്ട് ചെല്ലാം. ഹലോ ഡി അയങ്കാരി. ഷിറ്റ്. അയ്യോ ചത്തേ. എങ്കിട്ടയാ പോറിക്കുന്നത്. അയങ്കാരി ഡോണ്ട് വറി, ഐ വിൽ ഹെൽപ്പ് യു. ദാ ഇതൊന്നും ഇത് കൂടെ പിടിച്ചോ നീ. How is that? ഇനി നമ്മളുടെ കാര്യം വാസുവും ഇന്ത്യക്കാരനും നോക്കിക്കോളും. പെട്ടെന്ന് ആരെങ്കിലും നോട്ടീസ് ചെയ്യുന്നതിന് മുമ്പേ അങ്ങോട്ട് വന്നേക്കണം. ഞാൻ കാർ എടുത്തോണ്ട് വരാം. ഫാസ്റ്റ്, പെട്ടെന്ന് ഇവിടെ നിന്ന് പോയേ പറ്റൂ. അജു ആളെ കിട്ടിയിട്ടുണ്ട്. യു പോസ്റ്റർ. എവിടെയാണ് അച്ചു? പറടാ, എവിടെയാണ് എൻ്റെ അച്ചു? ഇവിടെ ഫുള്ള് കാടാണല്ലോ. എനിക്ക് തോന്നുന്നത് അങ്ങേര് കള്ളം പറഞ്ഞെന്നാ. അല്ല, ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യാൻ നേരത്തും ഏകദേശം ഈ സ്പോട്ട് എവിടെയാണ് കാണിച്ചത്. ബട്ട് കറക്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സമയം വേണം. അപ്പൊ സത്യമായിരിക്കും. അല്ല, ഇനിയിപ്പോ എന്താ ചെയ്യാ? അപ്പൊ നമുക്ക് ഈ കാടിനുള്ളിൽ പോയി സെർച്ച് ചെയ്താലോ? നോ, എടുത്ത വഴി ഒന്നും ചെയ്യരുത്. പ്ലാനൊന്നും ഇല്ലാതെ, ഒന്നും വ്യക്തമായിട്ട് അറിയാതെ അവരുടെ മുമ്പിൽ പോയി ചാടിക്കൊടുത്താൽ അത് ആപത്താവാൻ പോകുന്നത് അച്ഛനായിരിക്കും. ആദ്യം നമ്മൾ അനലൈസ് ചെയ്യണം. അയാൾ പറഞ്ഞതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ അവിടെ നിന്നൊരു വണ്ടി ഇങ്ങോട്ട് പുറത്തോട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിനോടൊപ്പം എവൻ രക്ഷപ്പെടാതിരിക്കാനും നോക്കണം. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു. വാസു, ഇത് കുട്ടിക്കളിയല്ല. അതിന് ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. ജീവൻ പോയാലും ഞാൻ നിന്റെ കൂടെ കാണും. വാച്ച് മീ. അണ്ണൻ ഇതൊക്കെ അറിയാവോ? അണ്ണ ഒരു സംഭവം തന്നെയല്ലേ. ഞാനും കുറച്ചു നാള് NCC-ലൊക്കെ ഉണ്ടായിരുന്നേ. വാസു, സൂക്ഷിച്ചാണ് ഓരോന്നും ചെയ്യാൻ. പ്രത്യേകിച്ച് അവനെ ശ്രദ്ധിച്ചോണം. ഓക്കെ ബോസ്. എടാ, നീ ഒന്നും അവിടെ നിന്ന്
നീ വാസുവിൻ്റെ അടുത്താണ് പറഞ്ഞായിരുന്നു എനിക്ക് അങ്ങനെ മേലെ ക്രഷുള്ള കാര്യം? ഞാനൊന്നും പറഞ്ഞില്ലേ. അല്ല ഇപ്പൊ എന്ത് പറ്റി? അല്ലടാ, എന്നെ ഇഷ്ടമൊന്നും പറഞ്ഞിട്ട് പുറകെ നടക്കുക. ഞാൻ കരുതി എന്റെ കാര്യം അറിഞ്ഞിട്ട് എന്നെ കളിയാക്കുവാണെന്നാ. ഓ അതാണോ? അങ്ങേർക്ക് വേറെ ആരെയും കാണുമ്പോൾ തോന്നാത്ത പ്രേമം നിന്നെ കണ്ടപ്പോ പെട്ടെന്ന് അവിടെ നോ പൊട്ടി വിളിച്ചെന്നാണ് പറയുന്നത്. നീ പെട്ടെന്നൊന്നും പിടിയെടുക്കണ്ട, നമുക്ക് നോക്കാം അത് 916 ആണോ അല്ലേന്ന്. 916ഓ? എടാ പൊട്ട, ഒറിജിനൽ ആണോ അല്ലേന്ന്. ഓ അങ്ങനെ, ഓക്കെ ഓക്കെ. നീ അവിടെ നിന്ന്. ഉം, എന്താ? എടാ ചെക്ക, ഞാൻ സീരിയസ് ആയിട്ടാന്ന്. ജസ്റ്റ് ഒന്ന് നീ മൂളിയാ മതി, ഞാൻ നിന്റെ പൊന്നു പോലെ നോക്കിക്കോളാം. താൻ പോടൊന്ന്. ഏയ് അങ്ങനെയൊന്നും പോവല്ലേ. എന്നെ കണ്ടിട്ട് നോക്കി ഞാൻ പറയുന്നത് പരിപൂർണമായ സത്യമാണ്. എന്നെ ട്രൂല പാടാ. അച്ചു, നന്നായിട്ടിറങ്ങും. ഇനി കുറച്ച് ദിവസം കൂടി, അതിനുശേഷം നമ്മളങ്ങ് ദൂരേക്ക് പറക്കും. അവിടെ നമ്മളെ രണ്ടുപേരെയും ശല്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല. വാസുവിന് ഇപ്പം എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ലെന്നാ പറഞ്ഞത്. കുറച്ച് ബ്ലഡ് ലോസ് ആയിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ അവൻ്റെ അവിടെ ആ ചെറുക്കനുണ്ട്, ബെഞ്ചമിൻ. മറ്റവൻ്റെ ലൊക്കേഷൻ തന്നെയല്ലേ? ദാറ്റ് ബാസ്റ്റഡ്. ഇന്ന് അവൻ്റെ അന്ത്യ. അവന് ഞാൻ ഡാ. ഓ ഷിറ്റ്. You bloody bastard. How dare you to touch him. ഡാ പിള്ളേരെ, അവനെ കൊല്ലല്ലേ, ആവശ്യമുണ്ട്. നിങ്ങൾ ചെല്ല്, ഞാൻ നോക്കിക്കോളാം അവൻ്റെ കാര്യം. എന്തിനാ ഇത് ഏറ്റെടുത്തേ? അർജന്റീന മുമ്പേ പറഞ്ഞതല്ലേ അയാൾ സൂക്ഷിക്കണമെന്ന്. നീ കരയുവാണോ? അത് എനിക്ക് വേണ്ടി? ഷട്ടപ്പ്. തനിക്ക് വേണ്ടി ഞാൻ എന്തിനാ കരയുന്നത്? യു ലവ് മീ? I always did, idiot. Cute. I love you too. Good news. Benjamin actually phone track ചെയ്തു and both the locations are the same. So നമ്മുടെ പ്ലാൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് കടക്കാൻ സമയമായി. Then what we are waiting for? ബംഗാളി, നീ റെഡി അല്ലേ? ഡബിൾ ഓക്കെ. എടാ എന്തായി? അച്ഛൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തെന്നറിഞ്ഞു. ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താ? ആ ലൊക്കേഷനിലോട്ട് പ്ലാൻ പ്രകാരം അജു അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. அந்த பிளேஸுக்கு அவன் தனியாக கிளம்பிட்டானா? അല്ല, ശരണും കൂടെ പോയിട്ടുണ്ട്. കർത്താവേ, എല്ലാം വിചാരിച്ച പോലെ നടന്നാൽ മതിയായിരുന്നു. എന്തായി? എല്ലാം ഓക്കെ അല്ലേ? അതിനുള്ളിൽ അവൻ സേഫായിട്ട് കയറിയിട്ടുണ്ട്. ഇനി അവൻ സിഗ്നൽ തരാമെന്നാണ് പറഞ്ഞത്.
എന്താ വേണ്ടത്? തന്റെ ബോസ് പറഞ്ഞോ എൻ്റെ മുമ്പിൽ ഒന്ന് ഇങ്ങനെ പ്രതിഷ്ഠ നിൽക്കാൻ? ഒന്ന് പോയി തരാവോ? അച്ചു, അജു, അജു. കരയില്ലേ? ഞാൻ വന്നില്ലേ? ഇനി എൻ്റെ അച്ഛനൊന്നും സംഭവിക്കില്ല.